നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തയ്യാറെടുപ്പുകൾ 2018 ആരംഭത്തിൽ തുടങ്ങിയതാണ്. അന്നത്തെ ശബരിമലയിലെ യുവതീ പ്രവേശന പ്രക്ഷോഭങ്ങളുടെ ആ സമരങ്ങളെ ഹൈന്ദവ സംഘടനകൾ എങ്ങനെയാണ് നേരിട്ടതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെ, അതിൻ്റെ മറവിൽ 2019 തുടക്കത്തിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിൻ്റെ നേതൃത്വത്തിലാണ് ശബരിമല അയ്യപ്പൻ്റെ ശ്രീകോവിലിലെ കതകുകളും കട്ടിളപ്പാളികളും ഇളക്കി മാറ്റിയത്. ആ സംഘർഷത്തിന് മറവിൽ ഇതിൽ കട്ടിളപ്പാളികൾ ചെന്നൈയിലെത്തിച്ച് അതിൽ വിജയമല്യ പൊതിഞ്ഞ ആ തനി സ്വർണം വേർപ്പെടുത്തി മാറ്റി കുറച്ച് സ്വർണം പൂശി തിരിച്ചെത്തിച്ചു. ഇവിടെ അങ്ങോട്ട് തീരുന്നില്ല. 2019 നവംബറിൽ ഇതേ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശേഷമാണ് ദ്വാരപാലക പാളികളുടെ പീഠങ്ങൾ ഇളക്കി ചെന്നൈയിലെ ഫാക്ടറി എത്തിച്ച് ഇതുപോലെ സ്വർണം അടിച്ചു മാറ്റിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ആൾ ചില്ലറക്കാരനൊന്നുമല്ല. 40 ദിവസം തൻ്റെ കയ്യിലായിരുന്ന അയ്യപ്പൻ്റെ ആ പാളികൾ വിറ്റ് കാശാക്കുക മാത്രമല്ല ഇയാൾ ചെയ്തത്, കിലോ കണക്കിന് സ്വർണവും അയ്യപ്പൻ്റെ പാളികൾ പൂശാൻ എന്ന പേരിൽ ഇയാൾ കൈനീട്ടി ഭക്തരിൽ നിന്ന് വാങ്ങിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പങ്ക് ആർക്കൊക്കെ വീതിച്ചു കൊടുത്തു എന്നാണ് ഇനി അറിയേണ്ടത്. ഇളക്കിയെടുത്ത് തൻ്റെ ഒപ്പം കൊണ്ടുപോയ പാളികൾ പൂശാനായി സ്വർണമായും പണമായും ഒക്കെ ഇയാൾ വൻ മുതൽ തന്നെ അങ്ങനെ പിരിച്ചെടുത്തു. ശബരിമലയിലെ ശ്രീകോവിൽ പാളികൾ കാട്ടി തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര എല്ലായിടത്തും പോയി അവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് മുന്നിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികളുടെ സ്വർണം സ്വരൂപിച്ചെന്നാണ് ഇപ്പോൾ SITയുടെ സുപ്രധാന കണ്ടെത്തൽ. ഈ സ്വർണത്തിൽ ഒരു തരി പോലും ശ്രീകോവിലെ പാളികളിൽ പൂശാൻ ഇയാൾ ഉപയോഗിച്ചില്ല. 98 ദ്വാരപാലക പാളികളിൽ പൊതിഞ്ഞ തനി തങ്കത്തിൽ നിന്നും ഉരുക്കിയെടുത്ത 59 പവനിലധികം സ്വർണമുള്ള ലായനി ഈ പോറ്റി ബെലാരിലെ സ്വർണ്ണ ജ്വല്ലർ ഉടമ ഗോവർദ്ധന് വിറ്റ് കാശാക്കുകയും ചെയ്തു. ഇതേ പോറ്റി ഭക്തരിൽ നിന്നും സ്വരൂപിച്ച സ്വർണം ഇനിയും പിടിയിലാകാത്ത രാഷ്ട്രീയ ഉന്നതർക്ക് പാരിതോഷികമായി കൈമാറി എന്നാണ് ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് അവസരമൊരുക്കിയ 2019 ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്കും അതിന് പ്രേരണ ചെലുത്തിയ ഉന്നതർക്കും എന്താണ് ലാഭം എന്ന ചോദ്യമാണ് പോറ്റി നടത്തിയ സമാന്തര സ്വർണ്ണക്കൊള്ളയിലേക്ക് അന്വേഷണ സംഘത്തിനെ എത്തിച്ചിരിക്കുന്നത്. 2019 അന്നത്തെ സ്വർണ്ണവില കണക്കാക്കിയാൽ അന്നത്തെ കൊള്ളയിൽ നിന്നും ലഭിച്ച പണം പങ്കിടുമ്പോൾ പ്രതികൾക്ക് വലിയ തുകയൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. ഇവിടെയാണ് ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് പോറ്റി സമാന്തരമായി സ്വർണ്ണക്കൊള്ള നടത്തിയോ എന്ന അന്വേഷണത്തിന് പ്രാധാന്യമേറുന്നത്. 2019 ഓഗസ്റ്റ് 19, 20 തീയതികളിൽ ശബരിമലയിൽ നിന്നും കടത്തിയ ദ്വാരപാലക പാളികൾ ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലൂടെ ചെന്നൈയിലെത്തിയത് സെപ്റ്റംബർ 30-നാണ്. വിവിധ കേന്ദ്രങ്ങളിൽ ദ്വാരപാലക പാളികൾ പ്രദർശിപ്പിച്ച് കോടികളുടെ സ്വർണം സമാഹരിക്കാനാണ് ഈ 40 ദിവസം പോറ്റി വിനിയോഗിച്ചതെന്നാണ് SITയുടെ നിഗമനം. ഈ സ്വർണം ഇയാൾ എന്ത് ചെയ്തു എന്നാണ് ഇനി അറിയേണ്ടത്. അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്നതിൽ ഏറെ വെല്ലുവിളി ഉയർത്തുന്നതും ഈ ചോദ്യമാണ്. ശബരിമലയിൽ നിന്നും 2025 സെപ്റ്റംബർ 7 ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ സംഭവത്തിൽ SITയുടെ അന്വേഷണം നീളുന്നത് മുൻ ദേവസ്വം മന്ത്രി PS പ്രശാന്തിലേക്കാണ്. അതിനുമപ്പുറം പ്രശാന്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ പ്രേരക ശക്തിയിലേക്കാണ്. PS പ്രശാന്ത് നേതൃത്വം നൽകിയ ബോർഡ് തനിയെ എടുത്ത തീരുമാനമല്ല ഇതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ SIT ചെന്നെത്തിയിരിക്കുന്നത്. ബാഹ്യമായ ഉന്നത ശക്തികൾക്ക് അവരിൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടാകുമെന്നാണ് നിഗമനം. 2023 നവംബറിലാണ് PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡ് അധികാരമേറ്റത്. 24 മകരവിളക്ക് കഴിഞ്ഞ ഉടൻ തന്നെ ദ്വാരപാലക പാളികളിൽ സ്വർണ്ണം പൂശണമെന്ന് പ്രശാന്ത് നേരിട്ട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കാട്ടിയ തിടുക്കമാണ് പ്രശാന്തിന് മേൽ ഉന്നത തലത്തിൽ സമ്മർദ്ദമുണ്ടായെന്ന സംശയത്തിലേക്ക് SITയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രശാന്തിനെ പ്രതിയേർത്തതും. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി SIT വീണ്ടും ചോദ്യം ചെയ്തത്. തനിക്കിതിൽ പങ്കൊന്നുമില്ലെന്നാണ് പോറ്റി ഇപ്പോൾ SITയോട് പറയുന്നത്. അങ്ങനെ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ കേസിൽ പ്രതിയായിരിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിക്കും പ്രസിഡന്റും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് SIT അങ്ങനെ ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞ കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ 2 കേസുണ്ട്. ഒന്ന് കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയതും. അതാണ് 2 കേസുകൾ. മൂന്നാമതൊരു കേസ് രജിസ്റ്റർ ചെയ്യാനാണ് SITയുടെ തീരുമാനം. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന കുറ്റങ്ങളാണ് ഇപ്പോൾ PS പ്രശാന്ത് അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള മറച്ചു വച്ചതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഭരണസമിതിക്കും പ്രസിഡന്റും പങ്കുണ്ടെന്ന് SIT കോടതിയെ അറിയിച്ചതിൽ കൂടുതൽ അന്വേഷണത്തിലാണ് ഇപ്പോൾ SIT പോയിരിക്കുന്നത്.
എന്തായാലും 2025 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യുന്നത് SITക്ക് തീരുമാനിക്കാമെന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് SIT അന്വേഷണ വിവരങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതെപ്പോഴത്തെ 2019 സ്വർണ്ണമോഷണം ഒളിച്ചുവെക്കാൻ പുതുതായി വീണ്ടും സ്വർണം പൂശുന്നുവെന്ന വാചന ചെന്നൈയിലേക്ക് പാളികൾ ഇളക്കി കൊണ്ടുപോയി സ്പോൺസറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും. അങ്ങനെ അവർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇപ്പോൾ വ്യക്തമായി എന്നാണ് SIT റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്പോൺസറും സ്വർണം പൂശുന്നത് ഏറ്റെടുത്ത സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സ്ഥാപന ഉടമയും ചേർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുമായും ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇനി 2023 നവംബർ 13 അന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയേറ്റ ഉടനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത, പ്രശാന്തിൻ്റെ വിശ്വാസ്യത അപ്പോൾ തന്നെ അങ്ങ് നേടിയെടുത്തു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അടുത്തിടെ അന്തരിച്ച മുരാരി ബാബു, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡംഗം A അജികുമാർ, തന്ത്രി കണ്ഠരര് രാജീവരരും മഹേഷ് മോഹനരും, പിന്നെ തിരുവാഭരണ കമ്മീഷണർ റജിലാൽ, ഇവരുടെ പങ്ക് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകളുണ്ടെന്ന് SIT റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. 98 സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹങ്ങൾ 2019 11 വർഷ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യപ്രകാരം ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്ന് റിപ്പോർട്ടിൽ തെളിവ് സഹിതം പറയുന്നു. സന്നിധാനത്ത് നിന്നും സ്വർണം കൊണ്ടുപോകാൻ അനുവദിച്ച ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സതുദ്ദേശത്തോടെ ഇവ സന്നിധാനത്ത് നിന്നും സ്വർണം കൊണ്ടുപോകാൻ അനുവദിച്ച ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാകട്ടെ ദുരുദ്ദേശത്തോടെ ഇവ ചെമ്പ് തകിടെന്നാണ് വിശേഷിപ്പിച്ചത്. ചെന്നൈയിൽ വിഗ്രഹങ്ങളിലെ യഥാർത്ഥ സ്വർണം മുഴുവൻ മാറ്റി വീണ്ടും പൂശാൻ കുറഞ്ഞ അളവ് സ്വർണം മാത്രം ഉപയോഗിക്കുകയും ബാക്കി സ്വർണം പ്രതികൾ തട്ടിയെടുക്കുകയുമായിരുന്നു. തട്ടിപ്പ് പുറത്താക്കാതിരിക്കാൻ വിഗ്രഹങ്ങൾക്ക് 40 വർഷത്തെ വാറണ്ടി ഉണ്ടെന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റും സ്മാർട്ട് ക്രിയേഷൻ വഴി ഇവർ ചമച്ചു. തട്ടിപ്പ് കള്ളം പുറത്താക്കാമെന്നൊരവസ്ഥ വന്നപ്പോൾ വീണ്ടും ഈ തെളിഞ്ഞു വന്ന പാളിയിൽ സ്വർണം പൂശാൻ ഇവർ തീരുമാനിച്ചു. 2019 സ്വർണം മാറ്റലിനും പിന്നീടുള്ള പൂശലിന് ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അയാളുടെ പക്കൽ തന്നെ ഉണ്ടായിരുന്നെന്ന് ബോർഡംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അന്നേ അറിയാമായിരുന്നു. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചും ഇതാ വിശദമായി അന്വേഷിക്കുകയാണ്. കാരണം ഇതൊക്കെ അവർക്ക് വ്യക്തമായി അറിവുന്ന തെളിവ് ലഭിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടിയെടുക്കാനാണ് SITയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൊള്ള നടന്നില്ല എന്ന് വരുത്തി തീർത്ത് സ്വന്തം പാർട്ടിക്കാരായ പ്രതികളെ രക്ഷിക്കാൻ CPMഉം പിണറായി സർക്കാരും പറഞ്ഞിരുന്ന അഴകുഴമ്പൻ ന്യായങ്ങൾ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതിയിൽ ഹാജരായ KB പ്രദീപ് എന്ന അഭിഭാഷകന് അന്ന് പറഞ്ഞിരുന്നത്. സ്മാർട്ട് ക്രിയേഷൻ സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിക്കലല്ല അവരുടെ ജോലി, ചെമ്പ് പാളിയിലാണ് സ്വർണം പൂശുന്നത് എന്നൊക്കെയാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു കൊണ്ടേയിരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തപ്പോൾ ജാമ്യ ഹർജിയിൽ വാദിച്ചതും ഇതേ പ്രദീപ് തന്നെയായിരുന്നു. സ്വർണ്ണക്കൊള്ള നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശിക്ഷിക്കാൻ ബാധ്യസ്ഥരായ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായി ഇങ്ങനെയുള്ള നിയമിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഇതിന് പിന്നിൽ പ്രതികളെ രക്ഷിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചന ഉണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഇപ്പോഴുമുള്ള ഇടത് മുതിർന്ന ഉദ്യോഗസ്ഥർ അവരിടപെട്ടാണ് പ്രദീപിനെ ഈ അഭിഭാഷക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും എന്തായാലും മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് അത് ചീറ്റിപ്പോവുകയും ചെയ്തു. പക്ഷേ ഓർക്കണം, 2018 ശബരിമല യുവതീ പ്രവേശന വിഷയം, അതിൻ്റെ മറവിലാണ് അയ്യപ്പൻ്റെ സ്വർണം ഇവർ അടിച്ചുമാറ്റി തുടങ്ങിയത്. അത് നിർബാധം 2025 PS പ്രശാന്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ വരെ ആ കൊള്ള തുടർന്നു കൊണ്ടേയിരുന്നു പരമ്പരകളായിട്ട്. അറിയാമായിരുന്നു അന്നത്തെ പിണറായി സർക്കാരിന്, ദേവസ്വം മന്ത്രിക്ക്, മുതിർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക്, ശബരിമല സന്നിധാനത്തിൻ്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക്, പിന്നെ ഇവരുടെ റാൻമുളികളായി നിൽക്കുന്ന ചില പ്രധാന ദേവസ്വം ഉദ്യോഗസ്ഥർക്ക്, ഇവർക്കെല്ലാം ഇതിൽ വ്യക്തമായ വിവരമുണ്ടെന്ന് ഹൈക്കോടതി അറിഞ്ഞ ഉടനെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരെയും ഈ കേസിൽ വെറുതെ വിടേണ്ട ഒരു കാര്യവുമില്ല, എല്ലാവരെയും പിടിച്ചകത്തിടണം, എല്ലാവർക്കെതിരെയും നടപടി കൃത്യമായി അവർക്കെതിരെ നടപടി ഉണ്ടെന്ന് ഉറപ്പാക്കണം.